أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ആദ്യമേ ഉണർത്തുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഓതിവെച്ചത്. വെള്ളിയാഴ്ചകളിൽ ഈ സൂറത്ത് ഓതുന്നത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ നാം ഓതുന്ന ഈ സൂറത്തിലെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കുന്നത് എത്രയും നല്ലതാണ്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. അല്ലദീ അൻസല, ഇറക്കിയിട്ടുള്ള, അവതരിപ്പിച്ചിട്ടുള്ള, അലാ അബ്ദിഹി, തൻ്റെ അടിമക്ക്, തൻ്റെ ദാസന്, അൽ കിതാബ, ഗ്രന്ഥം, തൻ്റെ ദാസന് ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. വലം യജ്അൽ ലഹു, അവനിതിനെ ആക്കിയിട്ടുമില്ല, ഇവജൻ, വക്രതയുള്ളത്, അവനിതിനെ വക്രതയുള്ളത് ആക്കിയിട്ടുമില്ല. കയ്യിമൻ, വളരെ കെൽപ്പുറ്റതാണിത്, വളരെ കഴിവുള്ളതാണിത്. ലിയുന്തിറ ബഅ്സൻ ശദീദൻ, ലിയുന്തിറ, താക്കീത് നൽകാൻ വേണ്ടി, ബഅ്സൻ ശദീദൻ, കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച്, മില്ലദുൻഹു, അവൻ്റെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം. വയുബശ്ശിറൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും, അല്ലദീന യഅ്മലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്, അജ്റൻ ഹസന, ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായ പ്രതിഫലം. മാക്കിസീന ഫീഹി, അത് നിലനിൽക്കുന്നതുമാണ്, അത് അവരോടൊപ്പം ഉണ്ടാകും. അബദൻ, എന്നേക്കുമായി, എല്ലാ കാലത്തും നിലനിൽക്കുന്ന പ്രതിഫലം അവർക്കുണ്ടെന്ന ശുഭവാർത്തയും ഇതോടുകൂടിയുണ്ട്. വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അതോടൊപ്പം വയുന്ദിറ, ഇത് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലദീന ഖാലു, പറഞ്ഞയാളുകൾക്ക്, ഇത്തഖദല്ലാഹു, അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, വലദ, ഒരു സന്താനത്തെ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മുന്നറിയിപ്പായിട്ടും കൂടിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സൂറത്ത് തുടങ്ങിയത് സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാധാരണ തസ്ബീഹും തഹ്മീദുമാണ് ആദ്യം അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, പിന്നീട് ഹംദ് പറയുക. ആ രീതിയാണ് സാധാരണ സ്വീകരിച്ചു പോരുന്നത്. നമ്മോട് തന്നെ നമസ്കാര ശേഷവുമൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയ ശേഷമാണ് അൽഹംദുലില്ലാ, പിന്നെയാണ് അല്ലാഹു അക്ബർ പറയുന്നത്. ആദ്യം അള്ളാഹുവെ പ്രകീർത്തിക്കുന്നു. ആ സുബ്ഹാന എന്ന സൂറത്തിലൂടെ, സൂറത്ത് ഇസ്രായിലൂടെ അള്ളാഹു അത് നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ സൂറത്തുൽ കഹ്ഫ് അഥവാ ഗുഹ എന്ന സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് എന്നർത്ഥം. മനുഷ്യൻ്റെ പദവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിമ സ്വന്തം കഴിവുള്ളവനാവുക എന്നുള്ളതാണ്. നന്നായി അറിയുക, നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. ഒരാൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനെ മഹാൻ എന്ന് ആകാശലോകത്തുള്ളവർ വിളിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഭൂമി ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി വരുന്നതിനെക്കുറിച്ചാണ് ഈ സൂറത്തിലൂടെ പറഞ്ഞു വന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തൻ്റെ അടിമക്ക് ഗ്രന്ഥം നൽകിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നൽകിയിട്ടുള്ള, അങ്ങനെ ഭൂമിയിലേക്ക് ആ ഗ്രന്ഥം കൊടുത്തയച്ചിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവിന് സർവസ്തുതിയും നേർന്നുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് പറയുന്നത് വലം യജ്അൽ ലഹു ഇവജ, അതിൽ ഒരു നിലക്കുള്ള വക്രതയും ഇല്ല എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതകൾ നാം ആലോചിച്ചാൽ ഒരിക്കലും തന്നെ അതിൽ ഒരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണത ഉള്ളതിന് മാത്രമേ പൂർണ്ണതയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നത് വ്യക്തമാണ്. ഖുർആൻ്റെ പൂർണ്ണതയാണ് ഈ വാക്യം വിളിച്ചോതുന്നത്. ഈ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഓതി നോക്കിയാൽ എവിടെയും ഒന്നിൻ്റെ എതിരായി മറ്റൊന്നില്ല. ഒന്നും തമ്മിൽ ഒരിക്കലും എതിരായി വരുന്നില്ല. 23 വർഷക്കാലം അല്പാൽപമായി ഇറങ്ങിയിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയിൽ നിന്നായിരുന്നു ഇത് ഇറങ്ങിയിരുന്നതെങ്കിൽ തീർച്ചയായും ഒരുപാട് സ്ഥലങ്ങളിൽ വക്രതകൾ, എതിരഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇതിലൊരിടത്തും അങ്ങനെ ഒന്നും കണ്ടെത്താൻ ഇതുവരെയുള്ള ഇത്രയും കാലമായിട്ട് എതിരാളികൾക്ക് പോലും സാധിച്ചില്ല എന്നതാണ് വസ്തുത. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഉള്ളതായിരുന്നില്ലെങ്കിൽ ഇതിലവർക്ക് ധാരാളം വൈരുദ്ധ്യം കാണാൻ സാധിക്കുമായിരുന്നു എന്ന്. അഥവാ ഇതിൽ യാതൊരു വിധത്തിലുള്ള വക്രതയും ആർക്കും കണ്ടെത്താൻ കഴിയുകയില്ല എന്നർത്ഥം. കയ്യിം എന്ന് പറഞ്ഞാൽ നോക്കി നടത്തുന്നവൻ എന്നൊരർത്ഥവും കൂടിയുണ്ട്. കുട്ടികളെയൊക്കെ നോക്കി നടത്തുന്ന ആളുകളെ, വാർഡൻ സ്ഥാനത്തുള്ള ആളുകളെയൊക്കെ കയ്യിം എന്ന് പറയാറുണ്ട്. ഇവിടെ തെറ്റിലേക്ക് പോകാതെ മനുഷ്യനെ കൃത്യമായി പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. ഒരാളും തെറ്റിലേക്ക് വഴുതി പോവാതിരിക്കാൻ ഈ ഖുർആനിക സൂക്തങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാർഡൻ നോക്കുന്നത് പോലെ, കുട്ടികളെ പരിശീലിക്കുന്ന ആൾക്കാർ നോക്കുന്നത് പോലെ കുറ്റമറ്റ രീതിയിൽ വിശ്വാസി സമൂഹത്തെ നന്മയിൽ നിലനിർത്താനും തിന്മയിൽ നിന്ന് മാറ്റി നിർത്താനും ഈ വിശുദ്ധ ഖുർആന് സാധിക്കുന്നു എന്നതാണ് വസ്തുത.
ലിയുന്തിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു, അവൻ്റെ അടുക്കൽ നിന്ന് കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് ഇത് നൽകുന്നുണ്ട്. അതോടൊപ്പം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നുമുണ്ട്. അന്നലഹും അജ്റൻ ഹസന, അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നു എന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. മാക്കിസീന ഫീഹി അബദ, എന്നെന്നും ഇത് നിലനിൽക്കും, അവരോട് കൂടെ ഉണ്ടാകും എന്നും കൂടി വിശുദ്ധ ഖുർആൻ നമ്മോട് മനസ്സിലാക്കി തരുന്നുമുണ്ട്. അതോടൊപ്പം വയുന്തിറലദിന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് മുന്നറിയിപ്പ് നൽകാനും കൂടിയാണ് ഈ ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത്. അതായത് ഒരു മുന്നറിയിപ്പാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. പലരും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അറബികളായ കാഫിറുകൾ, അവർ പറയാറുണ്ട് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. അവർ പറഞ്ഞത് മിശീഹ അഥവാ യേശു അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ്. മൂന്നാമത്തെ വിഭാഗം യഹൂദികളാണ്. അവർ പറഞ്ഞത് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ഈ വാദം നിരർത്ഥകമാണെന്നും അവർക്കോ അവരുടെ പ്രപിതാക്കൾക്കോ അത് സംബന്ധമായി യാതൊരു തെളിവും ഹാജരാക്കാൻ സാധ്യമായില്ലെന്നും ഖുർആൻ തുടർന്നുള്ള വാക്യങ്ങളിലൂടെ എടുത്തു പറയുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. കൂടുതൽ നല്ല നിലയിൽ പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതിനുകൂടി അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.